സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ തടങ്കൽപ്പാളയം തുടരുന്നു. ഭാഗം 20. ഷൺമുഖവും സംഘവും വന്നപ്പോൾ പരിചാരകർ കാണിച്ചിരുന്ന ബഹളമൊന്നും ഇപ്പോൾ കാണാനില്ല. ഓരോരുത്തർ അവരുടേതായ ജോലികളുടെ താളത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. വന്നയുടൻ തന്നെ ഫാം ഹൗസിനുള്ളിലേക്ക് കയറിപ്പോയ ഷൺമുഖത്തെയും സ്ത്രീകളെയും പിന്നീട് ഇതുവരെ പുറത്തേക്ക് കണ്ടില്ല. ഫാം ഹൗസിൻ്റെ ജനാലകളും വാതിലുകളും അടഞ്ഞു കിടന്നു. എന്നാൽ ഫാം ഹൗസിലെ ചിമ്മിനി പുകയുന്നത് ആദ്യമായി വിൻസെൻ്റ് കണ്ടു. അതിനർത്ഥം ഭൃത്യന്മാർ യജമാനനും പരിവാരങ്ങൾക്കും വേണ്ടി തീറ്റയും കുടിയും ഒരുക്കുന്നുവെന്നാണ്. ഫാം ഹൗസ് അല്പം ഒരു ആലസ്യത്തിലാണെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. ആർക്കും ഒന്നും ഭയപ്പെടാനില്ല. അങ്ങേയറ്റ സുരക്ഷിതമായ ഒരു ഷെൽട്ടറിൽ ആപദ്ഭീതിയൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുകയാണ് ഷൺമുഖം, ഒരു നാട്ടുരാജാവിനെ പോലെ. മുതലാളിയാണവൻ. അവനെ വണങ്ങാനും ബഹുമാനിക്കാനും മത്സരിക്കുന്ന തൊഴിലാളി ഭൃതൃസംഘം. അവന് കിടക്ക വിരിക്കാൻ സുന്ദരികളായ തരുണീമണികൾ. ഷൺമുഖൻ എന്ന പേരും അന്വർത്ഥം. എത്രയോ മുഖങ്ങളുണ്ടവന്. മുളങ്കരയിലായിരുന്നപ്പോഴും അവന് സ്ത്രീ വലിയ ഹരമായിരുന്നു. റോസ്മേരിയുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ എന്തെല്ലാം കളികളാണ് അവൻ കളിച്ചത്. ഒടുവിൽ റോസ്മേരിക്ക് പുതിയ ഒരു ഉൾക്കാഴ്ചയുടെ പ്രചോദനത്തിൽ അവൻ്റെ രോമകൂപങ്ങൾ ഉണർന്നു. മരിച്ചുപോയ സെബാസ്റ്റ്യന് എത്ര കൊലപാതകങ്ങൾ നടത്താം എന്ന് വിൻസെൻ്റ് കണക്കുകൂട്ടി. എണ്ണമില്ലാത്തിടത്തോളം. വിൻസെൻ്റ് ബൈനോക്കുലർ തൻ്റെ സഞ്ചിക്കുള്ളിൽ തന്നെ വെച്ചു. പാറമടയുടെ ഭാഗത്തു നിന്ന് അവൻ വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ മുതുകു കുനിച്ചു പിടിച്ച് നടന്നു. ചിറയ്ക്ക് മുകളിലെത്തിയ ശേഷം കാറ്റാടിയന്ത്രത്തിൻ്റെ ഭാഗത്തേക്ക് സാവധാനം നീങ്ങി. ഒടുവിലത്തെ ടെലിഫോൺ പോസ്റ്റ് അവിടെയാണ് സ്ഥാപിച്ചിരുന്നത്. ടെലിഫോൺ പോസ്റ്റിൽ നിന്നുള്ള സർവീസ് വയർ ഫാം ഹൗസിന് നേർക്ക് പോകുന്നത് കാണാം. വിൻസെൻ്റ് 4 വാർഡ് നോക്കിയിട്ട് കാറ്റാടിയന്ത്രം സ്ഥാപിച്ച തൂണിനും ടെലിഫോൺ സ്റ്റാൻഡിനും ഇടയിലൂടെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. ടെലിഫോൺ പോസ്റ്റിൽ മുതുകു ഊന്നി കാറ്റാടിയന്ത്രത്തിൻ്റെ തൂണിൽ 2 കാലും തിക്കി ഉറപ്പിച്ച് മുതുകുകൊണ്ട് മെല്ലെ ഇഴഞ്ഞ് ഇഞ്ചിഞ്ചായി മുകളിലേക്ക് കയറി. ടെലിഫോൺ പോസ്റ്റിൻ്റെ ക്രോസ് ബാറിനൊപ്പം എത്തിയ ശേഷം പേനാക്കത്തി പോക്കറ്റിൽ നിന്നെടുത്തു. കേബിള് മുറിച്ചു. മുറിച്ച അറ്റം വിട്ടുകളയാതെ ഇടത് കൈകൊണ്ട് പിടിച്ച് മറ്റേ അറ്റവുമായി കൂട്ടി പിരിച്ചു വെച്ചു. അഗ്രഭാഗം മാത്രം തെല്ലകത്തി. ഒറ്റ നോട്ടത്തിൽ കേബിൾ മുറിഞ്ഞിട്ടുള്ളതായി തോന്നുകയേയില്ലെന്ന് ഉറപ്പുവരുത്തി. വിൻസെൻ്റ് ഊർന്ന് താഴെ ഇറങ്ങി. സഞ്ചിയിൽ കരുതിയിരുന്ന നീളമേറിയ പ്ലാസ്റ്റിക് കയർ എടുത്ത് ഒരറ്റം കുറച്ച് ദൂരെയായി കെട്ടി. മറ്റേ അറ്റം വേറൊരിടത്തും ബന്ധിച്ചു. ഒരിക്കൽ കൂടി രംഗനിരീക്ഷണം നടത്തിയ ശേഷം പാറമടയിലേക്ക് മടങ്ങി. ഉച്ചതിരിഞ്ഞ ശേഷമാണ് ടെലിഫോൺ കേടായതായി ഫാം ഹൗസിലുള്ളവർ മനസ്സിലാക്കിയതെന്ന് വിൻസെൻറ്റിന് തോന്നി. ഷൺമുഖവും 2 സ്ത്രീകളും സംസാരിച്ചുകൊണ്ട് ഫാം ഹൗസിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടു. പിന്നാലെ അംഗരക്ഷകരിൽ ഒരാളും ചെന്നു. ഷൺമുഖൻ ടെലിഫോൺ പോസ്റ്റ് നിൽക്കുന്ന ഭാഗത്തേക്കും കേബിൾ വന്നു ചേരുന്നിടത്തേക്കും നോക്കുന്നത് കാണാമായിരുന്നു. ഫാം ഹൗസിനുള്ളിൽ ഒരു പരിശോധന മുമ്പേ നടന്നു കാണുമെന്ന് വിൻസെൻ്റ് ഊഹിച്ചു. ഷൺമുഖം അംഗരക്ഷകനെ വിളിച്ച് എന്തോ നിർദ്ദേശം നൽകി. അയാൾ വേലിക്കെട്ട് കടന്ന് ടെലിഫോൺ പോസ്റ്റിനരികെ ചെന്ന് നോക്കിയ ശേഷം തിരിച്ചു വന്നു. അധികം വൈകാതെ നീളം ഷെഡിന് മുന്നിൽ കിടന്ന ജീപ്പ് സ്റ്റാർട്ടായി. ചിറയ്ക്ക് മീതെ കൂടി അത് ഓടിച്ചുപോയി. ഷൺമുഖവും യുവതികളും വളപ്പിലൂടെ സംസാരിച്ചും ചിരിച്ചു ഉലാത്തിക്കൊണ്ടിരുന്നു. ജീപ്പിൽ പോയവരുടെ ലക്ഷ്യം ടെലിഫോൺ കേടായതിനെപ്പറ്റി പരാതി നൽകുക എന്നതായിരിക്കുമെന്ന് വിൻസെൻ്റ് കണക്കുകൂട്ടി. 1 മണിക്കൂറിന് ശേഷം ജീപ്പ് തിരിച്ചെത്തി. P&Dയിലെ ഏതെങ്കിലും ലൈൻമാൻ റിപ്പയറിങ്ങിന് കൂടെ വന്നിട്ടുണ്ടോ എന്ന് വിൻസെൻ്റ് പ്രത്യേകം ശ്രദ്ധിച്ചു. അഥവാ ഒരു ലൈൻമാൻ വന്ന് റിപ്പയർ ചെയ്താലും പ്രശ്നമില്ല. വീണ്ടും ഒരു പരിശോധനയ്ക്ക് എന്ന വ്യാജേന കയറി ചെല്ലാവുന്നതേയുള്ളൂ. വിൻസെൻ്റ് ഫാം ഹൗസിലേക്ക് പോകാൻ തയ്യാറായി. കണ്ണടിയും കൃത്രിമപ്പല്ലും വെച്ചു. ഷൺമുഖം തന്നെ തിരിച്ചറിയില്ലെന്ന് തന്നെ അവൻ വിചാരിച്ചു. അഥവാ തിരിച്ചറിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നും നിശ്ചയിച്ചുറപ്പിച്ചു. റോഡിലേക്ക് പ്രവേശിച്ച ശേഷം വിൻസെൻ്റ് നേരെ ചെറിയിലേക്ക് നടന്നു. ഗേറ്റിൽ കാവൽ നിന്ന ആളോട് താൻ ടെലിഫോൺ റിപ്പയർ ചെയ്യാൻ വന്നവനാണെന്ന് അറിയിച്ചു. ഗേറ്റ് കീപ്പർ വിൻസെൻറ്റിനെ ആകെയൊന്ന് നോക്കി. ചെറിയൊരു ടൂൾ ഭാഗം മാത്രമേ അവൻ്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ഗേറ്റ് കീപ്പറും അവൻ്റെ കൂടെ ചെന്നു ഫാം ഹൗസിലെത്തി. ഷൺമുഖവും യുവതികളും നീന്താൻ പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. വിൻസെൻ്റ് പെട്ടെന്ന് ജാഗരൂകനായി. അത് സെബാസ്റ്റ്യൻ തന്നെ. ഇവൻ ഏത് വേഷം കിട്ടിയാലും തനിക്ക് തിരിച്ചറിയാം. ബർമുടയും ബനിയനും ധരിച്ച് അവൻ യുവതികളോട് എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. ബാത്ത് സ്യൂട്ട് അണിഞ്ഞ സുന്ദരികൾ അവൻ്റെ തോളത്ത് കൈയിട്ടും തൊട്ടുരുമിയും ശൃംഗാരത്തിൽ കൊഴിഞ്ഞു നിൽക്കുന്നു. ടെലിഫോൺ റിപ്പയർ ചെയ്യാൻ ആൾ വന്നിരിക്കുമെന്ന വിവരം ഗേറ്റ് കീപ്പറാണ് ഭവ്യതയോടെ മുതലാളിയെ അറിയിച്ചത്. മുതലാളി അലസമട്ടിൽ ലൈൻമാനെ ഒന്ന് നോക്കിയിട്ട് ഗേറ്റ് കീപ്പറോട് ടെലിഫോൺ കാട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അയാൾ യുവതികളോടൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി.
മുതലാളിയുടെ അംഗരക്ഷകർ കാറ്റ് നിറച്ച ഏതാനും വലിയ ടയർ ട്യൂബുകളുമായി മുറ്റത്തേക്ക് വന്നു. അവരൊന്നിച്ച് ചിറയിലേക്ക് പോയി. ഗേറ്റ് കീപ്പർ ഫാം ഹൗസിൻ്റെ ഇരിപ്പുമുറിയിലേക്ക് കയറി. അവിടെ മേശപ്പുറത്തിരുന്ന ടെലിഫോൺ കാണിച്ചു കൊടുത്തു. വിൻസെൻ്റ് ടെലിഫോൺ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. റിസീവറിലെ വയർ ഊരി മാറ്റി. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഫോൺ അഴിച്ചു പരിശോധിച്ചു. വീണ്ടും അതെല്ലാം പൂർവ്വസ്ഥിതിയിലാക്കി. പുറമേ നിന്ന് നോക്കിയാൽ ആസ്പെറ്റോസ് മേഞ്ഞതാണെങ്കിലും ഫാം ഹൗസിനുള്ളിലെ അമ്പരിപ്പിക്കുന്ന സൗകര്യങ്ങളാണുള്ളതെന്ന് വിൻസെൻ്റ് കണ്ടു. തറയിലെമ്പാടും പച്ച കാർപ്പറ്റ്, വിലയേറിയ ഭംഗിയുള്ള ഇരിപ്പിടങ്ങൾ, കുഷ്യനിട്ട സെറ്റിയും കസേരകളും, വില പിടിച്ച സോഫ സെറ്റ്. ഇവിടെ വേറെ ടെലിഫോൺ ഉണ്ടോ എന്ന് വിൻസെൻ്റ് തമിഴും കന്നഡയും കൂട്ടിക്കലർത്തി ഗേറ്റ് കീപ്പറോട് ചോദിച്ചു. അത്യാവശ്യം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളും പറയേണ്ട ഉത്തരങ്ങളും അവൻ ഹൃദയസ്ഥമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചാരിയിരുന്ന ബെഡ്റൂം കതക് തുറന്ന് ഗേറ്റ് കീപ്പർ അവിടെ ഇരിക്കുന്ന എക്സ്റ്റൻഷൻ ടെലിഫോൺ കാണിച്ചു കൊടുത്തു. വിശാലമായ ബെഡ്റൂം, ചുവരിൽ AC, നീളത്തോളം തന്നെ വീതിയുമുള്ള അത്യാധുനിക ഫോം ബെഡ്, കട്ടിലുകൾക്ക് ഇരുവശത്തും ചുവരോട് ചേർന്ന് കബോർഡ്. മുറിയുടെ മൂലയിൽ TV സ്റ്റാൻഡിൽ TVയും VCRും ഏതാനും കാസറ്റുകളും, മെത്തയിൽ ഒന്നാന്തരം കാശ്മീർ കമ്പളങ്ങൾ. പള്ളിത്താഴ്ച സെബാൻ ഇവിടെ അറബ് ഷേക്കിനെ പോലെ ജീവിതം ആഘോഷിക്കുകയാണെന്ന് അവന് മനസ്സിലായി. മേശയിലെ ടെലിഫോൺ പരിശോധിക്കുന്നതിനിടയിൽ മറ്റു ചില വസ്തുക്കളും വിൻസെൻ്റിൻ്റെ കണ്ണിൽപ്പെട്ടു. മേശപ്പുറത്തെ ഡയറി, ഒരു റൈറ്റിംഗ് പാഡ്, എന്തൊക്കെയോ കുത്തിക്കുറിച്ച കടലാസുകൾ, പേന. മേശയ്ക്കരികെ വേസ്റ്റ് ബാസ്ക്കറ്റ്. വിൻസെൻ്റ് നിവർന്ന ചുവരിലൂടെ പോകുന്ന ടെലിഫോൺ വയർ നോക്കി. ഗേറ്റ് കീപ്പർ മുറിയിൽ തന്നെ നോക്കി നിൽപ്പുണ്ട്. പൊക്കമുള്ള ഒരു സ്റ്റൂൾ വേണമെന്ന് വിൻസെൻ്റ് അയാളോട് ആവശ്യപ്പെട്ടു. അയാൾ സ്റ്റൂൾ എടുക്കാൻ മുറി വിട്ടിറങ്ങിയ തക്കം നോക്കി വിൻസെൻ്റ് അടുത്ത മുറികളിലേക്കുള്ള വാതിലുകളുടെ ഹാൻഡിൽ തിരിച്ചു. അവ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. വിൻസെൻ്റ് വേഗം മേശയ്ക്കടുത്ത് വന്ന് ഡയറി മറിച്ചു നോക്കി. അതിലുടനീളം കണക്കുകളാണ്. തമിഴിലാണ് എഴുത്ത്. ചില ടെലിഫോൺ നമ്പറുകളും കണ്ടു. വേസ്റ്റ് ബാസ്ക്കറ്റിൽ ചുരുട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന ചില കടലാസ് തുണ്ടുകൾ പെറുക്കിയെടുത്ത് വിൻസെൻ്റ് വേഗം ടെലിഫോൺ നമ്പറുകൾ പകർത്തി. കടലാസുകൾ പോക്കറ്റിൽ തിരികിയ ശേഷം പേന അടച്ചു വെച്ചു. മേശപ്പുറത്തിരുന്ന ചില താക്കോൽ കൂട്ടങ്ങൾ എടുക്കാൻ ഭാവിക്കുമ്പോഴേക്കും ഗേറ്റ് കീപ്പർ സ്റ്റൂളുമായി വരുന്ന ഒച്ച കേട്ടു. അവൻ വേഗം ടെലിഫോൺ റിസീവറിലെ വയർ വിടുവിച്ച് പരിശോധന തുടങ്ങി. ഗേറ്റ് കീപ്പർ കൊണ്ടുവന്ന് കൊടുത്ത സ്റ്റൂൾ ചുവരോട് ചേർത്തിട്ട് അതിൽ കയറി നിന്ന് ടെലിഫോൺ വയറുകൾ നീളുന്നത് എവിടേക്കാണെന്ന് പരിശോധിച്ചു. മുറിയുടെ ഒരു ഭാഗത്ത് 4-5 കസേരകൾ ഒരു ചെറിയ ഡൈനിങ് ടേബിളിന് ചുറ്റുമായി കിടക്കുന്നത് അവൻ്റെ കണ്ണിൽപ്പെട്ടു. അതിനു മീതെ ഒഴിഞ്ഞതും ഒഴിയാത്തതുമായ മദ്യക്കുപ്പികൾ, മിനറൽ സോഡയുടെയും കൊക്കോകോളയുടെയും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ. സ്റ്റൂളിൽ നിന്നിറങ്ങിയ ശേഷം വിൻസെൻ്റ് മുറിക്ക് പുറത്തു കടന്നു. പോസ്റ്റിൽ നിന്ന് ഫാം ഹൗസിലേക്ക് വരുന്ന ടെലിഫോൺ കേബിൾ നോക്കാനെന്ന വ്യാജേന കെട്ടിടത്തിന് ചുറ്റും അവൻ നടന്നു. ഷെഡുകളുടെ ഇങ്ങേയറ്റത്ത് കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തായിരുന്നു നായക്കൂടുകൾ. ഗേറ്റ് കീപ്പർ കൂടെ ഉള്ളതിനാലാവണം നായകൾ കൂടിനുള്ളിൽ അനങ്ങാതെ കിടന്നതേയുള്ളൂ. കൂടുകൾക്കരികിൽ ഏതാണ്ട് 10 അടിയോളം പിന്നിലായി മുള്ളുകമ്പി കൊണ്ടുള്ള വേലി. കെട്ടിടത്തിൻ്റെ ചുറ്റുപാടുകളും മറ്റ് സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷം വിൻസെൻ്റ് മുൻഭാഗത്തേക്ക് ചെന്നു. ടെലിഫോൺ പോസ്റ്റിൽ കയറാൻ ഏണിയുണ്ടോ എന്നവൻ ഗേറ്റ് കീപ്പറോട് ചോദിച്ചു. ഗേറ്റ് കീപ്പർ ഷെഡിനടുത്തേക്ക് നീങ്ങി. പിന്നാലെ നീങ്ങിയ വിൻസെൻ്റ് ജീപ്പിനടുത്തെത്തി. ജീപ്പിൻ്റെ സ്വിച്ച് ഹോളിൽ ഇരിക്കുന്ന കീ അവൻ്റെ കണ്ണിൽപ്പെട്ടു. ചുറ്റുമൊന്ന് കണ്ണോടിച്ച ശേഷം അവൻ സ്വിച്ച് കീ അടങ്ങുന്ന ചെയിൻ ഊരി മിന്നൽ വേഗത്തിൽ കീശയിലാക്കി. ഗേറ്റ് കീപ്പർ ഷെഡിലുണ്ടായിരുന്ന ഒരു പരിചാരകനെ വിളിച്ച് മരക്കോവണി എടുപ്പിച്ചു. കാറ്റാടി യന്ത്രത്തിനടുത്തുള്ള ടെലിഫോൺ പോസ്റ്റിൽ കൊണ്ടുവന്ന് ചാരി വെച്ചു. വിൻസെൻ്റ് ചെന്ന് ഗോവണി വഴി കയറി മുകളിലെത്തി. മുൻപ് മുറിച്ചു വെച്ചിരുന്ന ടെലിഫോൺ കേബിളിലെ കമ്പികൾ വെറുതെ നോക്കി. അതിനുശേഷം താഴെ ഇറങ്ങി. വീണ്ടും ഫാം ഹൗസിലെത്തി ടെലിഫോൺ റിസീവർ എടുത്തു, കാതോട് ചേർത്തു. വെറുതെ 1-2 നമ്പറുകൾ ഡയൽ ചെയ്തു. അതിനുശേഷം റിസീവർ ക്രാഡിലിൽ വെച്ചു. വിൻസെൻറ്റിന് ഒരിക്കൽ കൂടി സെബാൻ്റെ ബെഡ്റൂം പരിശോധിക്കണമായിരുന്നു. ബിയാറി ഗഗാഗി നീരു, അവൻ ഗേറ്റ് കീപ്പറോട് പറഞ്ഞു. ഇല്ലി പരബേട ബാ, ഗേറ്റ് കീപ്പർ പറഞ്ഞു. അവനെ അവിടെ നിൽക്കാൻ അനുവദിക്കാതെ ഗേറ്റ് കീപ്പർ തൊഴിലാളികളുടെ മെസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുടിക്കാൻ വെള്ളം എടുത്തു കൊടുത്തു. വിൻസെൻ്റ് നിരാശയോടെ ആ വെള്ളം കുടിച്ചു തീർത്തു. ഞാനും അതിന് ചെന്നാഗി മാടിരുന്നു. ഞാൻ ആ ജോലി ചെയ്ത് തീർത്തു, അവൻ ഗേറ്റ് കീപ്പറെ അറിയിച്ചു. ഗേറ്റ് കീപ്പർ തലയാട്ടി. ഞാനും ഹോ ഗുത്തിದ್ದೇനെ, ഞാൻ പോവുകയാണ്. സാഹുകാര ബർലി, മുതലാളി വരട്ടെ, ഗേറ്റ് കീപ്പർ പറഞ്ഞു. വിൻസെൻ്റ് വാച്ചിൽ നോക്കി. ഇല്ലേ ಹೋಗುತ್ತಿದ್ದೇನೆ, ഉള്ളേതു ಹೋಗಿ ಬಾ, ನೀವು നാളെ ബന്നി, നമസ്കാര, നല്ലത്, പോയി വരൂ, നാളെ വന്നോളൂ. വിൻസെൻ്റ് ചിറയെ ലക്ഷ്യമാക്കി നടന്നു, കൂടെ ഗേറ്റ് കീപ്പറും.
ചിറയിൽ പ്രത്യേകം നിർമ്മിച്ച കുളിക്കടവിൽ നീരാടുകയാണ് ഷൺമുഖവും സുന്ദരിമാരും. ആഴം കുറഞ്ഞ കുളിസ്ഥലത്തിന് കമ്പിവേലി കൊണ്ട് ഒരു അതിരും തിരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തെ വെള്ളത്തിലും പായലൊന്നുമില്ല. 2 കക്ഷങ്ങൾക്കും അടിയിലായി കാറ്റ് നിറച്ച ടയർ ട്യൂബിട്ട് നീന്തി കളിക്കുകയാണവർ. കരയിൽ നായ്ക്കളെപ്പോലെ കാവലിരിക്കുന്ന അംഗരക്ഷകർ. ഗേറ്റ് കീപ്പർ തുറന്നു കൊടുത്ത വിക്കറ്റ് ഗേറ്റിലൂടെ വിൻസെൻ്റ് അപ്പുറം കടന്നു. ടെലിഫോൺ ശരിയായോ എന്ന അംഗരക്ഷകരിൽ ഒരാൾ ഗേറ്റ് കീപ്പറോട് വിളിച്ച് ചോദിക്കുന്നത് വിൻസെൻ്റ് കേട്ടു. റോഡിലേക്ക് കടന്ന് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞ ശേഷം വിൻസെൻ്റ് മുന്തിരിത്തോട്ടത്തിലൂടെ പാറമടയിലേക്ക് പോയി. സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വിട്ടത്. അതുവരെ അനുഭവിച്ച ടെൻഷൻ അവനെ വല്ലാതെ തളർത്തിയിരുന്നു. അല്പനേരം വിശ്രമിച്ച ശേഷം അവൻ വീണ്ടും ജോലി ആരംഭിച്ചു. നേരത്തെ മുറിച്ചു വെച്ചിരുന്ന 6 അടിയോളം നീളമുള്ള 2 കമ്പുകൾ എടുത്തു. 1/2 ഇഞ്ച് വണ്ണവും 3/4 അടി നീളവുമുള്ള 2 PVC പൈപ്പ് കഷ്ണങ്ങൾ എടുത്ത് കമ്പുകളുടെ കൂർപ്പിച്ച അറ്റം പൈപ്പിനുള്ളിൽ കുത്തി തിരുകി. പൈപ്പുകളുടെ മുകൾ ഭാഗം ഏതാണ്ട് 4 ഇഞ്ചോളം നീളത്തിൽ പൊള്ളയായി ശേഷിക്കത്തക്ക വിധം ബാക്കി ഭാഗം പച്ചിലകളും മറ്റും കുത്തി തിരികെ അടച്ചു. ചിക്ബലാപൂരിൽ നിന്ന് വാങ്ങിയ 2 സിറിഞ്ചുകൾ എടുത്ത് അതിൻ്റെ പൈപ്പുകളുടെയും പൊള്ളയായ ഭാഗത്തിൻ്റെയും നീളം തമ്മിൽ പരിശോധിച്ചു നോക്കി. പോരായ്മകൾ പരിഹരിച്ചു. സെബാനും സംഘവും നീരാട്ട് കഴിഞ്ഞ് ഫാം ഹൗസിൽ മടങ്ങിയെത്തിയിരുന്നു. പിന്നെ കുറേ സമയത്തേക്ക് അവരെ പുറത്തേക്ക് കണ്ടില്ല. 6 മണിയോടെ യുവതികൾ അണിഞ്ഞൊരുങ്ങി ഫാം ഹൗസിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പിറകെ സെബാനും ഇറങ്ങി വന്നു. വിൻസെൻ്റ് ഞെട്ടിപ്പോയി. കടന്നു കളയുകയാണോ സെബാൻ? താൻ ഇതുവരെ ചെയ്തതെല്ലാം പാഴായോ? അവരെങ്ങോട്ടോ യാത്ര പുറപ്പെടുകയാണെന്ന് അവന് തോന്നി. യുവതികൾ അംബാസഡർ കാറിൽ കയറി. കാർ ഡ്രൈവറും കയറി. കാർ നീങ്ങി തുടങ്ങുമ്പോൾ സെബാനും യുവതികളും പരസ്പരം കൈവീശുന്നത് കണ്ടു. അപ്പോഴാണ് വിൻസെൻറ്റിന് സമാധാനമായത്. സെബാൻ അവരോടൊപ്പം പോകുന്നില്ല. കേളിനീരാട്ടിന് കൂട്ടിക്കൊണ്ടു വന്നവരെ പറഞ്ഞയക്കുകയാണ്. കാർ ചിറയ്ക്കു മീതെ കൂടി കടന്നുപോയി. വിൻസെൻ്റ് വിഷദ്രാവകം നിറച്ച ചെറിയ ബോട്ടിൽ സഞ്ചിയിൽ നിന്നെടുത്ത് തുറന്നു. കരുതി വെച്ച സിറിഞ്ചുകൾക്കുള്ളിലേക്ക് വിഷം വലിച്ചു കയറ്റി. അങ്ങനെ തന്നെ അത് നീണ്ട കമ്പുകളുടെ അറ്റത്ത് ഘടിപ്പിച്ച് PVC പൈപ്പുകളിൽ പൊള്ളയായി അവശേഷിച്ച ഭാഗത്ത് തിരുകി. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ പ്ലാസ്റ്റർ കൊണ്ടുവന്ന് പൈപ്പ് സിറിഞ്ചും തമ്മിൽ ഒട്ടിച്ചു ചേർത്തു. ഇരുട്ട് വീഴുന്നതോടെ ഫാം ഹൗസിനടുത്ത് എത്തണമെന്ന് കണക്കുകൂട്ടി വിൻസെൻ്റ് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി. നായ്ക്കളെ തുറന്നു വിടുന്ന സമയം അവന് മനഃപ്പാടമായിരുന്നു. അതിന് 15 മിനിറ്റ് മുമ്പ് അവൻ കാറ്റാടിയന്ത്രത്തിൻ്റെ ചുവട്ടിലെത്തി. കാറ്റ് അഭിമുഖമായി വീശിക്കൊണ്ടിരുന്നതിനാൽ നായ്ക്കൾക്ക് പെട്ടെന്നൊന്നും ഗന്ധം കിട്ടുകയില്ലെന്ന് അവൻ കരുതി. പക്ഷേ നായ്ക്കൂടിനരികിൽ കാൽപ്പെരുമാറ്റം തിരിച്ചറിഞ്ഞ നായ്ക്കൾ കൂടിൻ്റെ അഴികളിലേക്ക് മുൻകാലുകൾ കയറ്റിവെച്ചു. വിൻസെൻറ്റിൻ്റെ നേർക്ക് ഗർജിച്ചു. വിൻസെൻ്റ് അഴികൾക്കിടയിലൂടെ നീണ്ട കമ്പ് നായ്ക്കൂടിലേക്ക് കടത്തി. നൊടിയിടയിൽ PVC പൈപ്പിന് അറ്റത്തെ നീഡിൽ നായയുടെ കഴുത്തിന് താഴെ കുത്തി കയറി. സിറിഞ്ച് അമർന്നതോടെ അതിലുള്ള വിഷദ്രാവകം നായയുടെ ശരീരത്തിലേക്ക് ചീറ്റി. മറ്റേ നായയുടെ മേലിൽ ഇതേ പ്രയോഗം തന്നെ നടത്തിയ ശേഷം വിൻസെൻ്റ് കമ്പുകളുമായി തിരിഞ്ഞോടി. അവൻ മുള്ളുവേലി കടക്കുമ്പോഴേക്കും ആളുകൾ നായ്ക്കൂടിനരികിൽ ഓടിയെത്തിയിരുന്നു. നായ്ക്കൾ അപ്പോഴും നിർത്താതെ കുരച്ചുകൊണ്ടിരുന്നു. വിൻസെൻ്റ് ഫാം ഹൗസിൻ്റെ ഇടത് ദിക്കിൽ ഓടിയെത്തിയ ശേഷം അവിടെ നേരത്തെ തന്നെ ഒരു മരക്കുറ്റിയിൽ അയച്ചു കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് ചരടിൻ്റെ അറ്റം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് ആഞ്ഞു വലിച്ചു. ആ കയറിൻ്റെ അറ്റം 100 മീറ്ററോളം അകലെ മുന്തിരിപ്പടർപ്പിലേക്കാണ് കെട്ടിയിരുന്നത്. കയർ വലിക്കുന്നതിനനുസരിച്ച് ആ ഭാഗത്തെ പടർപ്പ് വല്ലാതെ ഇളകി മറിഞ്ഞു. നായ്ക്കൂടിനരികെ ഓടിയെത്തിയ കാവൽക്കാർ നായ്ക്കളെ അഴിച്ച് ചങ്ങല പിടിച്ചുകൊണ്ട് പടർപ്പിളകുന്ന ഭാഗത്തേക്ക് ഓടി. വേഗം വെളിച്ചം കൊണ്ടുവരാൻ ആരൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മുതലാളിയുടെ അംഗരക്ഷകർ ടോർച്ചുകളും സെർച്ച് ലൈറ്റുകളുമായി ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ഓടി. കയറിൻ്റെ മറ്റേ അറ്റം കെട്ടിയതിന് ചുറ്റുമായി മുന്തിരിപ്പടർപ്പ് ആടിയുലിയുന്ന ഭാഗത്ത് നായ്ക്കളും ആളുകളും എത്തി വളയുകയാണെന്ന് ബോധ്യമായതോടെ വിൻസെൻ്റ് കയറിൻ്റെ ഇങ്ങേ അറ്റം പിടിച്ചിളക്കുന്നത് നിർത്തി വേഗതയിൽ ഫാം ഹൗസിന് നേർക്ക് നീങ്ങി. ഫാം ഹൗസിലുള്ളവരെല്ലാം നായ്ക്കൾ പോയ ഭാഗത്തേക്ക് പോയിക്കഴിഞ്ഞു. സെബാൻ മുറ്റത്തിറങ്ങി നിന്ന് ആളും വെളിച്ചവും നായ്ക്കളുടെ ബഹളവും കലർന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടു. സമീപത്ത് വേറെ ആരുമില്ല. 3 അടി നീളവും 2.5 കിലോഗ്രാം ഭാരവുമുള്ള കമ്പി വടി അരിയിൽ കെട്ടിയിട്ട സഞ്ചിയിൽ നിന്ന് വിൻസെൻ്റ് പുറത്തെടുത്തു. അടി മാരകമായി തീരാതിരിക്കാൻ അതിന്മേൽ തുണി ചുറ്റിയിരുന്നു. ഒറ്റയടിക്ക് തന്നെ സെബാൻ വീഴണമെന്ന് വിൻസെൻ്റ് കണക്കുകൂട്ടി. തലയിലായിരിക്കണം അടി. നിലവിളിക്കരുത്, ഒന്ന് ഞരങ്ങുകയേ ആകാവൂ. ടൊയോട്ട കാലസിൻ്റെ 2 ടയർ കുത്തിക്കീറാൻ 15 സെക്കൻഡ്. മൂർച്ചയേറിയ കടാര അവൻ എളിയിലെടുത്തു തിരികെ വെച്ചു. സെബാനെ വലിച്ച് ജീപ്പിൽ കയറ്റിയിടാൻ 2 മിനിറ്റ്. ചെറിയ മരയഴികൾ കൊണ്ടുള്ള ഗേറ്റ് ജീപ്പ് കൊണ്ട് ഇടിച്ചു തകർക്കാവുന്നതേയുള്ളൂ. വിൻസെൻ്റ് കരുതലോടെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സെബാൻ്റെ നേർക്ക് നീങ്ങി.
ശബ്ദം കേണ്ട ഭാഗത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും നായ്ക്കൾ രണ്ടും പുര നിർത്തി മോങ്ങാൻ തുടങ്ങി. അവ പേ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു. ഇടയ്ക്ക് നിലത്ത് വീണു, പിടഞ്ഞടിച്ചു. പിടിക്കാൻ ചെന്ന കാവൽക്കാർ നായ്ക്കളുടെ കടിയേറ്റ് പിന്മാറി. മൂക്കുകുത്തി വീണും മൂങ്ങിക്കൊണ്ട് പിടിഞ്ഞെണീറ്റു അവകൾ രണ്ടും ലക്ഷ്യമില്ലാതെ അങ്ങിങ്ങോടി. ഒടുവിൽ രണ്ടും നിലത്ത് കൊഴിഞ്ഞു വീണ് ഇഴയാൻ തുടങ്ങി. ഷൺമുഖ മുതലാളിയുടെ ആളുകൾ അന്തം വിട്ട് നോക്കി നിന്നു. വിൻസെൻ്റ് സെബാസ്റ്റ്യൻ്റെ നേർക്ക് കുതിക്കാനാഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഗേറ്റ് കീപ്പർ എന്തോ വിളിച്ചു ചോദിച്ചുകൊണ്ട് ഫാം ഹൗസിന് മുൻപിലേക്ക് വന്നത്. പകച്ചുപോയ വിൻസെൻ്റ് നിഴലിലേക്ക് പിൻവലിഞ്ഞു. ഗേറ്റ് കീപ്പർ സെബാസ്റ്റ്യനോട് എന്തോ സംസാരിച്ച ശേഷം കാറ്റാടിയന്ത്രത്തിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി. പെട്ടെന്ന് സെബാസ്റ്റ്യൻ കെട്ടിടത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു നടന്നു. ഇത് തന്നെയാണ് ഏറ്റവും പറ്റിയ അവസരം. ഗേറ്റ് കീപ്പറുടെ തടസ്സവും മാറിക്കിട്ടിയിരിക്കുന്നു. വിൻസെൻ്റ് കയ്യിലിരുന്ന് ഇരുമ്പ് തണ്ട് ഇരു കൈയിലുമായി മുറുകെ പിടിച്ചു. പൊടുന്നനെ സെബാസ്റ്റ്യൻ കണ്ണഞ്ചി പോയിട്ടെന്ന് വേണം കൈപ്പടം കൊണ്ട് കണ്ണുകൾ മറച്ചു. വെളിച്ചം അയാളുടെ മുഖത്തടിക്കുന്നുണ്ടായിരുന്നു. ചിറയ്ക്കപ്പുറത്തേക്ക് നോക്കിയ വിൻസെൻ്റ് ഞെട്ടിപ്പോയി. വൈകുന്നേരം ഫാം ഹൗസ് വിട്ടുപോയ കാർ തിരിച്ചു വരികയാണ്. ചിറയ്ക്ക് കുറുകെയുള്ള ബണ്ടിലേക്ക് കാർ തിരിഞ്ഞു വന്നപ്പോൾ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചമായിരുന്നു സെബാസ്റ്റ്യൻ്റെ മുഖത്തേറ്റത്. നിമിഷങ്ങൾ. അതിനിടയിൽ വിൻസെൻറ്റിൻ്റെ മനസ്സിലൂടെ 100 ചിന്തകൾ കടന്നുപോയി. കാർ ഇക്കരെ എത്തുന്നതിന് മുമ്പ് സെബാസ്റ്റ്യനെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയും ജീപ്പിലെടുത്തിടുകയും ചെയ്യാം. പക്ഷേ കാർ ബണ്ടിന് മീതെ എത്തിക്കഴിഞ്ഞു. മറ്റൊരു വാഹനത്തിനു കൂടി കടന്നു പോകാനുള്ള വീതി ബണ്ടിനില്ല. കാർ ഇപ്പുറം കടന്നു കഴിഞ്ഞാലേ ജീപ്പിന് ചിറ കടക്കാനൊക്കൂ. കാർ കടന്നു പോരണമെങ്കിൽ ഗേറ്റ് കീപ്പർ ചെന്ന് ഗേറ്റ് തുറന്നു കൊടുക്കണം. താൻ സെബാസ്റ്റ്യനെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയും ജീപ്പിലെടുത്തിടുകയും ഗേറ്റ് കീപ്പർ അതിനുശേഷം മാത്രം വരികയും ഇവിടെ നടന്നത് ശ്രദ്ധിക്കാതെ ഗേറ്റ് തുറന്നു കൊടുക്കുകയും കാർ ഫാം ഹൗസിൻ്റെ മുറ്റത്തേക്ക് കയറിയ ശേഷം മാത്രം താൻ ജീപ്പ് ഓടിച്ചു പോവുകയും. അപകടം. ഒരു സെക്കൻഡിൻ്റെ പിഴ പറ്റിയാൽ സെബാസ്റ്റ്യനെ കിട്ടുകയില്ലെന്ന് മാത്രമല്ല തൻ്റെ ജീവൻ കൂടി അപകടത്തിലാവും. ചിന്താകുഴപ്പത്തിൽപ്പെട്ട് പകച്ചുപോയ വിൻസെൻ്റ് ഒരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഗേറ്റ് കീപ്പർ മുറ്റത്തേക്ക് ഓടിവരുന്ന ശബ്ദം കേട്ടു. താൻ സെബാസ്റ്റ്യനെ ആക്രമിക്കാൻ ഒരുമിട്ടിരുന്നെങ്കിൽ അത് അപകടമായി തീർന്നേനെ എന്നോർത്തുകൊണ്ട് വിൻസെൻ്റ് വീണ്ടും ഫാം ഹൗസിന് പിന്നിലെ നിഴലിലേക്ക് പിന്മാറി. ഗേറ്റ് കീപ്പർ സെബാസ്റ്റ്യനോട് അനുവാദം ചോദിച്ചിട്ട് ഗേറ്റ് തുറക്കാനായി ചിറയുടെ നേർക്ക് ഓടിപ്പോയി. കാർ ഗേറ്റിന് മുന്നിൽ എത്തിയിരുന്നു. നായ്ക്കളെ പിന്തുടർന്നു പോയ ആളുകൾ ഫാം ഹൗസിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ബഹളവും കേൾക്കായി. വിൻസെൻ്റ് കമ്പിവേലിക്കിടയിലൂടെ നൂണ്ട അപ്പുറം കടന്നു. മരക്കുറ്റിയിൽ കെട്ടിയ പ്ലാസ്റ്റിക് ചരടിൻ്റെ അറ്റം അഴിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൻ്റെ മറ്റേ അറ്റം കെട്ടിയ ഭാഗത്തേക്ക് വേഗം നീങ്ങി. ചരട് അഴിച്ചെടുത്തില്ലെങ്കിൽ ഫാം ഹൗസിലുള്ളവർ അത് കണ്ടുപിടിക്കുകയും ആരോ ഫാമിലുള്ളതായി സംശയിക്കുകയും അതാരെന്ന് പിടികൂടാൻ തെരച്ചിൽ നടത്തുകയും ചെയ്യും. ചരടിൻ്റെ മറ്റേ അറ്റം കെട്ടിയിരുന്ന ഭാഗത്തു നിന്നും ആളുകൾ പോയി കഴിഞ്ഞിരുന്നു. വിൻസെൻ്റ് ചരട് അഴിച്ചെടുത്തു. ഇന്നത്തെ ഓപ്പറേഷൻ പൊളിഞ്ഞുവെന്ന് അവന് ഉറപ്പായി. എല്ലാ നീക്കങ്ങളും ഒരണുവിട പോലും തെറ്റാതെ അന്തിമ വിജയം തനിക്ക് തന്നെയെന്ന് ഉറപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. അവസാനം ഒരൊറ്റ നിമിഷം കൊണ്ട് സകലതും നിഷ്ഫലമായി. ഏത് അജ്ഞാത ശക്തിയുടെ കൈയാണ് തനിക്കെതിരെ ആ ഒരൊറ്റ കരുനീക്കം നടത്തി തൻ്റെ പദ്ധതികൾ മുഴുവൻ തകർത്തത്? ദൈവത്തിൻ്റെയോ ചെകുത്താൻ്റെയോ? വിൻസെൻ്റ് ഫാമിലൂടെ തപ്പിത്തടഞ്ഞ് നടന്ന് കരിങ്കൽമടയിലെത്തി. അവിടെ പാറപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് ഫാം ഹൗസിലെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. അരണ്ട നിലാവുണ്ടായിരുന്നു. ഫാം ഹൗസിൻ്റെ മുറ്റത്ത് അല്പം മുൻപ് മാത്രം എത്തിച്ചേർന്ന അംബാസഡർ കാർ കിടന്നിരുന്നു. സെബാസ്റ്റ്യൻ കാറിൽ എത്തിയവരോട് മുറ്റത്ത് നിന്ന് തന്നെ സംസാരിക്കുന്നത് കാണാം. 2 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് കാറിലെത്തിയതെന്ന് വിൻസെൻ്റ് കണ്ടു. ചിലർ ഫാം ഹൗസിന് ചുറ്റും ടോർച്ച് തെളിച്ച് നടന്ന് പരിശോധിക്കുന്നുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ തെരച്ചിലിൽ ഏർപ്പെട്ടിരുന്ന ഏതാനും പേർ കാളക്കുട്ടിയോളം വലിപ്പമുള്ള 2 കൂറ്റൻ നായ്ക്കളുടെ ശവം വലിച്ചിഴച്ച് ഫാം ഹൗസിന് മുൻപിലേക്ക് കൊണ്ടുവന്നു. സെബാസ്റ്റ്യൻ ചത്ത നായ്ക്കളുടെ സമീപം ചെന്ന് നോക്കുന്നതും കോപാക്രാന്തനായി തൻ്റെ അനുചരന്മാരുടെ നേർക്ക് കൈയും കാലും എടുത്ത് ആംഗ്യങ്ങൾ കാട്ടി ആക്രോശിക്കുന്നതും കാണാമായിരുന്നു. എമർജൻസി ലാമ്പുകളും ടോർച്ചുകളും മറ്റുമായി ഒരു തെരച്ചിൽ സംഘം കാറ്റാടിയന്ത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോയി. അവർ തങ്ങളുടെ അജ്ഞാത ശത്രുവിനെ തിരയുകയാണെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. മുന്തിരിത്തോട്ടത്തിൻ്റെ വിശാലതയ്ക്കുള്ളിലൂടെ നെടുകയും കുറുകയും പ്രകാശവൃത്തങ്ങൾ നീങ്ങുന്നത് കാണാമായിരുന്നു. അവർ ശത്രുവിനെ അരിച്ചു പെറുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയമെല്ലാം സെബാസ്റ്റ്യൻ അസ്വസ്ഥനായി മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. കൈകൾ രണ്ടും അയാൾ പിറകിൽ കെട്ടിയിരുന്നു. മുറ്റത്തിൻ്റെ കോണുകളിൽ അയാളുടെ ആളുകൾ നാലുപാടും നിരീക്ഷിച്ചുകൊണ്ട് കാവൽ നിന്നു. തെരച്ചിൽ സംഘം നിരാശനായി മടങ്ങിയെത്തി. സെബാസ്റ്റ്യൻ്റെ ചോദ്യത്തിന് മുൻപിൽ അവർ കൈ മലർത്തിക്കാട്ടി. ക്ഷുഭിതനായ സെബാസ്റ്റ്യൻ അവരുടെ നേർക്ക് എന്തൊക്കെയോ ആക്രോശിച്ചിട്ട് ഫാം ഹൗസിലേക്ക് കയറിപ്പോയി. അരമണിക്കൂറിനകം അയാൾ വേഷം മാറി പുറത്തേക്ക് വന്നു.
അയാളുടെ അനുചരന്മാർ പെട്ടികളും ബാഗുകളും ചുമന്ന് ടൊയോട്ടോ കാളിസിനുള്ളിൽ കൊണ്ടുവന്നു വെച്ചു. വിൻസെൻറ്റിൻ്റെ സപ്തനാഡികളും തളർന്നതുപോലെയായി. ആപത്ശങ്ക വരുത്ത സെബാസ്റ്റ്യൻ സ്ഥലം വിടുകയാണെന്ന് അവന് മനസ്സിലായി. ഒരാൾ ജീപ്പിൻ്റെ ബോണറ്റ് തുറന്നു വെച്ച് അതിലെന്തോ റിപ്പയറിംഗ് നടത്തുന്നത് കണ്ടു. ഒരാൾ ടോർച്ച് തെളിച്ചു പിടിച്ച് വെളിച്ചം കാണിക്കുന്നുണ്ട്. താക്കോൽ നഷ്ടപ്പെട്ട ജീപ്പ് നേരിട്ടുള്ള ബാറ്ററി കണക്ഷൻ കൊടുത്ത് സ്റ്റാർട്ടാക്കാനുള്ള ശ്രമമാണ് അതെന്ന് വിൻസെൻറ്റിന് മനസ്സിലായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജീപ്പ് സ്റ്റാർട്ടായി. ഫാം ഹൗസ് പൂട്ടിയ ശേഷം സെബാസ്റ്റ്യനും സംഘവും ടൊയോട്ടോ കാളിസിൽ കയറി. സ്ത്രീകളും അവരുടെ കൂടെ വന്നവരും കാറിൽ, ബാക്കിയുള്ളവർ ജീപ്പിലും. ഫാം ഹൗസിൻ്റെ പരിചരണക്കാരായ 2-3 തൊഴിലാളികൾ മാത്രം അവിടെ ശേഷിച്ചു. ജീപ്പ് മുൻപേ നീങ്ങി. തൊട്ടു പിന്നാലെ ടൊയോട്ടോ കാളിസ്, അതിന് പിന്നിൽ ടാക്സിക്കാർ. ചിറയുടെ മുകളിലെ ബണ്ടിലൂടെ ആദ്യ 2 വാഹനങ്ങൾ വേഗം കടന്നുപോയി. കാവൽപ്പുരയിലുണ്ടായിരുന്ന ഗേറ്റ് കീപ്പർ ഗേറ്റ് പൂട്ടിയ ശേഷം ചിറയ്ക്കപ്പുറത്ത് കാത്തു കിടന്ന ജീപ്പിൽ കയറി. 3 വാഹനങ്ങളും ചിറ കടന്ന് വളവ് തിരിഞ്ഞ് ദൊഡല റോഡിലെത്തി മറഞ്ഞു. വിൻസെൻ്റ് ഇരു കൈയും തലയിൽ വെച്ച് അസ്ത്രപ്രജ്ഞനായി ഇരുന്നു പോയി. ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ പടിവാതിലിലെത്തിയതായിരുന്നു താൻ. ആ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇനി എവിടെ ചെന്ന് താൻ സെബാസ്റ്റ്യനുമായി കണ്ടുമുട്ടും? ഇനി എന്നെങ്കിലും അവനെ കാണാൻ കഴിഞ്ഞെന്ന് വരുമോ? സംശയഗ്രസ്തനായി സ്ഥലം വിട്ട സെബാസ്റ്റ്യൻ എവിടെയായിരിക്കും പോയിരിക്കുക? എവിടെയായാലും അയാൾ കരുതലോടും സൂക്ഷ്മതയോടും കൂടിയല്ലേ കഴിയൂ. എത്ര നേരം അവിടെ ഇരുന്നെന്ന് വിൻസെൻറ്റിന് തന്നെ അറിയില്ല. ഇനി ഇവിടെ ഇരുന്നിട്ട് ഒരു ഫലവുമില്ലെന്ന് അവന് ബോധ്യമായി. അത്യാവശ്യ സാധനങ്ങൾ മാത്രം സഞ്ചിക്കുള്ളിലെടുത്ത് ബാക്കിയുള്ളവ പാറകൾക്കിടയിൽ ഉപേക്ഷിച്ച ശേഷം വിൻസെൻ്റ് തൻ്റെ മടക്കയാത്ര ആരംഭിച്ചു. അരണ്ട നിലാവിൽ വിശാല സമതലങ്ങൾ മൃതഭൂമി പോലെ തോന്നിച്ചു. ദൊഡല റോഡിലൂടെ ഉപ്രഹള്ളിയിലേക്ക്. ജനപദങ്ങളെല്ലാം നിദ്രയിലാണ്ടു കഴിഞ്ഞു. ഉപ്രഹള്ളിയിൽ നിന്ന് മഞ്ചനഹള്ളിയിലേക്കും നടക്കുകയേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. മനസ്സ് ചത്തിരുന്നതിനാൽ അവൻ പെട്ടെന്ന് ക്ഷീണിച്ചു. മഞ്ചനഹള്ളിയിലെത്തിയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് ചിക്ബലാപൂരിലേക്ക് അവൻ ലക്ഷ്യം പിടിച്ചു. രാത്രി മുഴുവൻ അവൻ നടക്കുകയായിരുന്നു. തിപ്പനഹള്ളിയോടടുക്കാറായപ്പോൾ കരിമ്പ് കയറ്റി പോകുന്ന ഒരു ലോറി കണ്ടവൻ കൈ കാണിച്ചു. ചിക്ബലാപൂർ വരെ ലോറിയിൽ പോയി. അപ്പോഴേക്കും വെളുപ്പിന് 5 മണിയായി കഴിഞ്ഞിരുന്നു. ഹൈവേക്കരികിൽ രാത്രി മുഴുവൻ തുറന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു തട്ടുകടയിൽ നിന്ന് അവൻ ചായ കഴിച്ചു. അവിടെ കുറേ നേരം ഇരുന്നു. നേരം പുലർന്നു തുടങ്ങിയപ്പോൾ ഒരു ഹോട്ടൽ തേടി നടന്നു. എവിടെയെങ്കിലും ഒന്ന് തലചായ്ച്ചാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കത്തോളം സുഖമുള്ള ഒരു കാര്യവും ലോകത്തിലില്ലെന്ന് അവന് തോന്നി. പറ്റിയ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് വിൻസെൻ്റ് മുറിയെടുത്തു. വാതിലടച്ച ശേഷം കിടക്കയിലേക്ക് വീണു. ഉണരുമ്പോൾ മണി 11 കഴിഞ്ഞിരുന്നു. കുളിച്ച് വേഷം മാറിയിട്ട് ഭക്ഷണം കഴിച്ച ശേഷം അവൻ ഹോട്ടലിന് വെളിയിലിറങ്ങി. ഒരു ടെലിഫോൺ ബൂത്ത് കണ്ടുപിടിച്ച് സീമ ജോൺസിനെ ഫോണിൽ വിളിച്ചു. അതുവരെയുണ്ടായ സംഭവവികാസങ്ങൾ മുഴുവൻ വളരെ വിശദമായി അവളെ ധരിപ്പിച്ചു. സെബാസ്റ്റ്യൻ കടന്നു കളഞ്ഞതിനെപ്പറ്റി പറയുമ്പോൾ അവൻ്റെ സ്വര ഇടറിയിരുന്നു. അങ്ങേയറ്റം നിരാശനും ദുഃഖിതനുമായിരുന്നു അവൻ. അയാൾ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. സീമ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വിന്നിച്ചായൻ ആത്മവിശ്വാസം കൈവിടരുത്. ധൈര്യമായിട്ടിരിക്കുക. ഞാനല്ലേ പറയുന്നേ. ഏതു കുട്ടിക്കാണ് അവൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ തുമ്പിയെ പിടിക്കാൻ സാധിച്ചിട്ടുള്ളത്? സീമേ, എനിക്ക് മനസ്സു മടുത്തു. ഞാൻ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും? ഒന്നും പറയണ്ട, നേരെ ഇങ്ങോട്ട് വാ. ഞാനൊരു ക്ലൂ തരാം. നമ്മൾ ഇച്ഛാശക്തി വിട്ടുകളയുന്നിടത്താണ് പരാജയത്തിൻ്റെ ആരംഭം. ഒട്ടും സമയം കളയാതെ ഇങ്ങോട്ട് വാ. നാളെ ഫ്രൈഡേ. നാളെ രാത്രി തന്നെ ഇവിടെ എത്താൻ തക്ക വിധത്തിൽ പുറപ്പെടുക. വിൻസെൻറ്റിനും സീമയുമായി ഒരു കൂടിക്കാഴ്ച അനിവാര്യമായിരുന്നു. വരാമെന്ന് സമ്മതിച്ച് അവൻ ഫോൺ വെച്ചു. വെള്ളിയാഴ്ച രാത്രി. ബാത്റൂമിലെ ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന ഒച്ച ഇനിയും നിലച്ചിട്ടില്ല. സീമ ക്ലോക്കിൽ നോക്കി. 12:15 മണി. കുളിക്കാൻ ഏറെ സമയമെടുക്കരുതെന്ന് വിൻസെൻറ്റിനോട് പറയാൻ സീമ വിട്ടുപോയിരുന്നു. അസ്വസ്ഥനും ക്ഷീണിതനുമായിട്ടായിരുന്നു അവൻ എത്തിച്ചേർന്നത്. പതിവ് പോലെ ഗോവണി വഴിയുള്ള രഹസ്യാഗമനവും മറ്റും യാതൊരു സംശയത്തിന് ഇടകൊടുക്കാത്ത വിധം ഭംഗിയായി നടന്നു. മുറിയിൽ കയറിയ ഉടനെ കുളിക്കണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടത്. തല ചുട്ടുപഴുത്തിരിക്കുകയാണെന്നും ഭ്രാന്ത് പിടിച്ചു പോയേക്കുമെന്നും അവന് പറയുകയുണ്ടായി. പക്ഷെ കുളിക്കാൻ ഇത്രയധികം സമയമെടുത്താൽ മറ്റുള്ളവർക്ക് സംശയം തോന്നിയേക്കാം. താഴെയുള്ളവർക്കും വെള്ളം വീഴുന്ന ഒച്ച കേൾക്കാൻ കഴിയും. 5 മിനിറ്റ് കൂടി കഴിഞ്ഞ ശേഷം ബാത്റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. സീമ ഒരു മ്യൂസിക് CD കമ്പ്യൂട്ടറിലിട്ട് മീഡിയ വോളിയത്തിൽ വെച്ചു. വിൻസെൻ്റ് അവളുടെ കസേരയ്ക്ക് പിന്നിൽ ചെന്ന് നിന്നപ്പോൾ സുഗന്ധ സോപ്പിൻ്റെ പരിമളം വായുവിൽ കലർന്നു. വിൻസെൻറ്റിൻ്റെ കൈത്തലങ്ങൾ മൃദുവായി അവളുടെ നെറ്റിയിൽ സ്പർശിച്ചു. വിരലുകൾ അവളുടെ മിഴികളെ മൂടി. പിന്നെ അവളുടെ 2 കവിളത്തും കൈപ്പത്തികൾ അമർന്നു. അവൻ്റെ കൈകൾ തണുത്തിരുന്നു.
സീമ പുഷ് ബാക്ക് സീറ്റിൽ പിന്നോട്ടമർന്ന് ചാരി മുഖം മലർത്തി അവനെ നോക്കി. അവൻ മുഖം കുനിച്ച് അവളുടെ നെറുകയിൽ ചുംബിച്ചു. കൈകൾ പിന്നോട്ടെടുത്ത് അവൾ അവൻ്റെ പിൻകഴുത്തിൽ ചുറ്റി. റിവോൾവിംഗ് ചെയർ അവൻ അഭിമുഖമായി തിരിച്ചു. വിൻസെൻ്റ് നിലത്ത് മുട്ടുകുത്തി അവളുടെ മടിയിലേക്ക് തല ചായ്ച്ച് കൈകൾ അവളുടെ പുറത്തുകൂടി ചുറ്റിപ്പിടിച്ചു. സീമ അവൻ്റെ മുഖം പിടിച്ചുയർത്താനും എഴുന്നേൽക്കാനും ശ്രമിച്ചുവെങ്കിലും അവൻ വഴങ്ങിയില്ല. ഏറെ നാളത്തെ വേർപാടിന് ശേഷം ഓടിത്തളർന്ന് അമ്മയുടെ സവിധത്തിൽ അണഞ്ഞ കുട്ടിയെപ്പോലെ അവളുടെ മടിത്തട്ടിൽ മുഖമണച്ച് അവൻ അങ്ങനെ തന്നെ ഇരുന്നു. അലിവും വാത്സല്യവും സ്നേഹാധിക്യവും കൊണ്ട് അവൾക്ക് വീർപ്പ് മുട്ടി. മിഴികളിൽ നനവ് ഊറിക്കൂടുകയും ചെയ്തു. സീമ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്നു. കമ്പ്യൂട്ടർ സ്പീക്കറിലൂടെ ഗസൽ ഒഴുകി വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ ഉറങ്ങിപ്പോയോ എന്ന് സംശയിച്ച് സീമ അവൻ്റെ മുഖം പിടിച്ചുയർത്തി. വല്ലതും കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ? അവൾ തന്നെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നും നേരത്തെ തന്നെ വാങ്ങി വെച്ചിരുന്ന ബ്രെഡും സാൻഡ്വിച്ചും എടുത്ത് അവന് കഴിക്കാൻ കൊടുത്തു. വിൻസെൻ്റ് ഭക്ഷണം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് അവൾ നിശബ്ദനായി അരികെയിരുന്നു. ഭക്ഷണത്തിന് ശേഷം വിൻസെൻ്റ് കൈയും മുഖവും കഴുകി കിടക്കയിൽ വന്നിരുന്നു. വിന്നിച്ചായൻ പോയ ശേഷം വിജി 2 തവണ വിളിച്ചിരുന്നു. ചില കടലാസുകളുമായി സീമ കിടക്കയിൽ വന്നിരുന്നു. ഒരാഴ്ച മുമ്പ് വിജി നോട്ട് ചെയ്തു വെച്ച ഫോൺ നമ്പറുകളാണിത്. അവൾ കുറിച്ചു വെച്ച നമ്പറുകൾ അവനെ കാണിച്ചു. 07473300509. ഈ നമ്പറിൽ പല തവണ ഔസേപ്പച്ചന് കോൾ വന്നിരുന്നു. കുറേ ദിവസങ്ങളായി ഈ നമ്പർ കോളർ ഐ ഡിയിൽ കണ്ടിട്ടുണ്ടെന്ന് വിജി പറഞ്ഞു. വേറെ 2 നമ്പറുകൾ കൂടിയുണ്ട്. കോഡ് 0747 തന്നെ. ഒരെണ്ണം 327561, മറ്റൊരെണ്ണം 302413. ഇതൊക്കെ ഏത് സ്ഥലത്തെ നമ്പറുകളാണ്? വിൻസെൻ്റ് ചോദിച്ചു. രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്തെ കോഡാണ് 0747. ഞാനത് വിശദമായി അന്വേഷിച്ചു. ആദ്യം പറഞ്ഞ 330509 കോട്ട ഡാം എന്ന സ്ഥലത്തെ ഒരു ടെലിഫോൺ ബൂത്താണ്. ജവഹർ സാഗർ ഡാം എന്നും ഇതിന് പേരുണ്ട്. ചമ്പൽ നദിയിലാണ് ഈ അണക്കെട്ട്. രണ്ടാമത് പറഞ്ഞ നമ്പർ കോട്ട ഡാമിനടുത്ത് ബോറബീസ് എന്ന സ്ഥലത്തെ ടെലിഫോൺ ബൂത്ത്. മൂന്നാമത്തെ നമ്പർ കോട്ട നഗരത്തിലുള്ളതും. സീമ വിശദീകരിച്ചു. പക്ഷേ ഔസേപ്പച്ചന് രാജസ്ഥാനുമായി എന്ത് ബന്ധം? അതാണ് എനിക്കും അതിശയം. സാധാരണ വണ്ടിക്കച്ചവടക്കാർക്ക് ബാംഗ്ലൂർ, മദ്രാസ്, ഡൽഹി എന്നീ സ്ഥലങ്ങളുമായിട്ടാണ് ബന്ധം. രാജസ്ഥാനുമായി മലയാളികൾക്കുള്ള ബന്ധം അവിടെ നിന്ന് കൊണ്ടുവരുന്ന മാർബിൾ ധാരാളമായിട്ട് കെട്ടിടപ്പണിക്ക് ഉപയോഗിക്കുന്നു എന്നത് മാത്രമാണ്. ഔസേപ്പച്ചനും ഒരുപക്ഷെ ഈയൊരു ബന്ധമായിരിക്കും ഉള്ളത്. അവൻ അടുത്ത കാലത്താണല്ലോ പുതിയ വീട് പണിതത്. മാർബിൾ ഫ്ലോറാണ് അവൻ്റെ വീടിന്. ആദ്യം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഔസേപ്പച്ചൻ്റെ വീട് പണി പൂർത്തിയായിട്ട് 1 വർഷമെങ്കിലുമായി. മാർബിളിൻ്റെ കാര്യത്തിന് രാജസ്ഥാനുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല കോട്ടയിൽ മാർബിൾ ക്വാറികളല്ല ഉള്ളത്. കോട്ട സ്റ്റോൺ ക്വാറികളാണ് അവിടെ. ഔസേപ്പച്ചൻ്റെ വീട് പണിക്ക് കോട്ട സ്റ്റോൺ ഉപയോഗിച്ചിട്ടുമില്ല. പിന്നെ എന്ത് കണക്ഷനാണ് അവന് രാജസ്ഥാനുമായിട്ടുള്ളത്? അതവിടെ ചെന്നാലേ കണ്ടുപിടിക്കാനൊക്കൂ. ഇത്രയും വിവരങ്ങൾ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കളക്ട് ചെയ്തത്. സെബാസ്റ്റ്യൻ കോട്ടയിൽ നിന്ന് ഔസേപ്പച്ചനെ വിളിച്ചുവെന്നാണോ സീമ പറയുന്നത്? അങ്ങനെയാണ് എൻ്റെ ഊഹം. പക്ഷേ അവൻ ഉപ്രഹള്ളിയിലില്ലാത്തപ്പോൾ ഊട്ടിയിലോ മറ്റോ ആണെന്നാണല്ലോ എനിക്ക് കിട്ടിയ അറിവ്. അതാ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പടച്ചുണ്ടാക്കിയതായിരിക്കാം. MS ഷൺമുഖൻ എന്ന തമിഴൻ ചെട്ടിയാർക്ക് കോട്ടയേക്കാൾ ഊട്ടിയാണല്ലോ ഇണങ്ങുന്നത്. ആളുകൾ വിശ്വസിച്ചോളുമല്ലോ. ഒരുപക്ഷെ ഊട്ടിയിലും അയാൾക്കൊരു വേനൽക്കാല വസതി ഉണ്ടായിരിക്കാം. കോട്ടായുടെ ഭൂമിശാസ്ത്രം അറിയാമോ? കോട്ട ഒരു ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പാണ്. അവിടുന്ന് കോട്ട ഡാമിലേക്ക് ഏതാണ്ട് 35 കിലോമീറ്റർ. ബോറബാസ് വരെ വരണ്ട പ്രദേശം. അവിടെ മുതൽ ഡാം വരെ ചമ്പൽ വനം. വന്യമൃഗങ്ങൾ ധാരാളമുള്ള റിസർവ് ഫോറസ്റ്റ്. കോട്ട ഡാം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അവിടെ ഒരു ഹൗസിംഗ് കോളനി ഉണ്ട്. പവർ ഹൗസ് ജീവനക്കാരാണ് അവിടുത്തെ താമസക്കാരിൽ ഭൂരിപക്ഷവും. ഇപ്പം മഞ്ഞുകാലം അടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും. സെബാസ്റ്റ്യൻ അവിടെ ഒരു താവളമുണ്ടെങ്കിൽ അത് ചമ്പൽക്കാട്ടിലായിരിക്കുമോ? ആലോചനയോടെ വിൻസെൻ്റ് ചോദിച്ചു. മേ ബി. ഒരുപക്ഷെ വനപ്രദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ആവാനും മതി. പെട്ടെന്നാണ് വിൻസെൻറ്റിനെ താൻ ഉപ്രഹള്ളിയിലെ ഫാം ഹൗസിൽ നിന്ന് കവിശപ്പെടുത്തിയ ചില കടലാസ് തുണ്ടുകളുടെയും ഫോൺ നമ്പറുടെയും കാര്യം ഓർമ്മ വന്നത്. വിൻസെൻ്റ് ബാത്റൂമിൽ അഴിച്ചിട്ടിരുന്ന ഫാൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കടലാസ് തുണ്ടുകൾ എടുത്തുകൊണ്ടുവന്നു. അവൻ്റെ ഫാം ഹൗസിൽ നിന്ന് കിട്ടിയതാ, വിൻസെൻ്റ് വെളിപ്പെടുത്തി. 2 പേരും കൂടി അവ പരിശോധിച്ചു. 2 ടെലിഫോൺ ബില്ലിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻ്റുകളായിരുന്നു. അതിലൊന്ന് കോട്ടായിൽ നിന്നുള്ളതും മറ്റൊരു കോട്ട ഡാമിൽ നിന്നുള്ളതും. സീമ, വിജി തന്ന നമ്പറുകൾ ഏതാണെന്ന് നോക്കിയേ. അവർ വിജി കൊടുത്ത നമ്പറുകളുമായി ഒത്തുനോക്കി. മൈ ഗോഡ്! ഉദ്യോഗം കൊണ്ട് സീമയുടെ ഒച്ച അല്പം ഉയർന്നുപോയി.
വിൻസെൻ്റ് ആകാംക്ഷാഭരിതനായി സീമയുടെ മുഖത്തേക്ക് നോക്കി. ഇത് കണ്ടോ? സീമ തുണ്ടുകടലാസിലെ നമ്പറുകൾ വിൻസെൻറ്റിനെ കാണിച്ചു. വിജി സീമയ്ക്ക് നൽകിയ നമ്പറും കോട്ട ഡാമിലെ ടെലിഫോൺ ബില്ലിൽ കാണിച്ചിരിക്കുന്ന നമ്പറും ഒന്നു തന്നെ. കോട്ടായിലെ നമ്പർ പരിശോധിച്ചപ്പോഴും രണ്ടും ഒരേ നമ്പർ തന്നെയാണെന്ന് വ്യക്തമായി. പക്ഷേ ബോറബാസിലെ നമ്പർ മാത്രമില്ല. സെബാസ്റ്റ്യൻ കോട്ട ഡാമിൽ ഉണ്ടായിരുന്നെന്ന് ഇപ്പോൾ ഉറപ്പായില്ലേ? സീമ ആഹ്ലാദത്തോടെ ചോദിച്ചു. വിൻസെൻ്റ് ഫാം ഹൗസിലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്നെടുത്ത ചുരുട്ടിക്കൂട്ടിയ കടലാസ് നിവർത്തി വെച്ച് നോക്കി. അതൊരു ബില്ലായിരുന്നു. ജവഹർ കോട്ട സ്റ്റോൺ കമ്പനി എന്ന ബില്ലിന് മീതെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അച്ചടിച്ചിരുന്നു. 24,000 രൂപയുടെ ബില്ല്. പർട്ടിക്കുലേഴ്സിന് താഴെ കോട്ട സ്റ്റോൺ. ബില്ലിനടിയിലെ ക്യാൻസൽഡ് എന്നെഴുതി ഒപ്പിട്ടിരിക്കുന്നു. വിൻസെൻ്റ് അതിൻ്റെ മറുപുറം നോക്കി. ചില വണ്ടി നമ്പറുകൾ, എന്തിൻ്റെയോ ക്വാണ്ടിറ്റി സൂചിപ്പിക്കുന്ന ചില കണക്കുകൾ. ബില്ലിലൊരു ഫോൺ നമ്പറുണ്ട്. ഫാം ഹൗസിൻ്റെ മേശപ്പുറത്ത് കണ്ട ഡയറിയിൽ നിന്ന് വിൻസെൻ്റ് തിടുക്കത്തിൽ കുറിച്ചെടുത്തിരുന്ന നമ്പറുകൾ പരിശോധിച്ചു. അതിലൊന്ന് ബോറാബാസിലെ ടെലിഫോൺ നമ്പറായിരുന്നു. നോവൽ. അവിടെ സെബാസ്റ്റ്യന് ഒരു താവളമുണ്ടെന്ന് ഉറപ്പ്. സീമ പറഞ്ഞു. ഔസേപ്പച്ചൻ അതേപ്പറ്റി അറിയാം. വിൻസെൻ്റ് ആവേശഭരിതനായിരുന്നു. ഉപ്രഹള്ളിയിൽ നഷ്ടപ്പെട്ട ഉത്സാഹവും പ്രതീക്ഷയും വീണ്ടും തിരിച്ചു കിട്ടി. നോവൽ വീണ്ടും തുടരും.